കോതമംഗലത്ത് വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാട്ടുതീ, മനുഷ്യ വന്യജീവി സംഘർഷം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോതമംഗലം ഫോറസ്റ്റ് റേഞ്ചിന്റെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കാട്ടുതീ, മനുഷ്യ വന്യജീവി സംഘർഷം എന്നിവയെക്കുറിച്ച് റോയി മാത്യു, CR ഹരിപ്രസാദ് എന്നിവർ ക്ലാസ് എടുത്തു. So there is no end to it. So we are what stands between it. We have to stop it. So when only if we stop this fire and this climate change cycle will stop. So that is why this fire season becomes a very important point. But firefighting also should be ensured that there should be safety also. ബോധവൽക്കരണ പരിപാടി DFO വരുൺ ഡാലിയ ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് ഓഫീസർ PA ജലീൽ അധ്യക്ഷത വഹിച്ചു. MS ഫൗഷി, PK സൈനുദ്ദീൻ, CS ദിവാകരൻ, AT സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പക്ഷേ 2022 നവംബർ മുതൽ 2023 ജൂൺ വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് 1550 ഫയർ ഇൻസിഡൻസ് ഉണ്ടായി എന്നാണ് കേരളത്തിൽ. അവിടെയാണ് അതിന്റെ കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളർന്നു വരുന്ന വന്യജീവി സംഘർഷം, മനുഷ്യ വന്യജീവി സംഘർഷം, അതേസമയം തന്നെ വന്യജീവി സംഘർഷത്തിനെതിരായ ചില സംഘടനകളുടെ വ്യാജ പ്രചാരണങ്ങൾ വനംവകുപ്പിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അത്തരം പ്രചാരണങ്ങൾ നടത്തിയാൽ മാത്രമേ അവരുടെ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തും എന്നവർക്ക് ബോധ്യമുള്ളതുകൊണ്ട്